കൃഷി ഏറെ പേർക്ക് ഉപജീവന മാർഗമാണ്. പലതരത്തിലുള്ള കർഷകരുണ്ട്, കൃഷിയുണ്ട് നമ്മളുടെ നാട്ടിൽ. എന്നാൽ കപ്പ കൃഷി അതും വലിയ രീതിയിൽ ഉപജീവനമാക്കി ജീവിക്കുന്ന ഒട്ടേറെ പേർ നമ്മളുടെ നാട്ടിലുണ്ട്. ചില സമയത്ത് കപ്പയ്ക്ക് നല്ല വിലയാണ്, ചില സമയത്ത് ഒട്ടും വിലയില്ലാത്ത അവസ്ഥയുണ്ട്. എന്നാൽ ആ കപ്പയിൽ നിന്ന് ഒരു മൂല്യവർദ്ധിത ഉൽപ്പന്നമുണ്ടാക്കി എങ്ങനെ വിപണനം ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. കപ്പ നമുക്ക് സുലഭമായിട്ട് ലഭിക്കുന്ന സാധനമാണ്. നമ്മൾ സാധാരണഗതിയിൽ നമ്മളുടെ അടുത്തുള്ള കടയിൽ പോയി 1 കിലോ കപ്പ അല്ലെങ്കിൽ 2 കിലോ കപ്പ വാങ്ങിക്കാൻ ശ്രമിച്ചാൽ വില വളരെ കൂടുതലായിരിക്കും. നമ്മളൊരു ഇൻഡസ്ട്രിക്ക് വേണ്ടി, ഒരു ചെറുകിട സംരംഭത്തിന് വേണ്ടി ഇങ്ങനെ കപ്പ ശേഖരിക്കാൻ ശ്രമിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ വിലയിൽ വളരെ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ വാങ്ങിക്കുന്നത് ബൾക്കായിരിക്കും എന്നുള്ളതാണ് അതിന് കാരണം. കപ്പ നമുക്കൊക്കെ ഇഷ്ടമുള്ള ഒരു ഭക്ഷ്യ വസ്തുവാണ്. ഞാൻ കാസർഗോഡ് സൈഡിൽ ചെന്നപ്പോൾ അവർ പറയുന്ന പേര് അതിന് പൂള എന്നാണ്. കേരളത്തിൽ പലയിടത്തും ഇതിന് പല രീതിയിലുള്ള പേരുകൾ പറയാറുണ്ട്. കപ്പ, പൂള, മരച്ചീനി അങ്ങനെയൊക്കെ പറയാറുണ്ട്. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുന്നത് എന്ന് ഇവിടെ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ മറ്റുള്ളവർക്കും മനസ്സിലാകും. അതായത് നിങ്ങളുടെ നാട്, ഡിസ്ട്രിക്റ്റ് എഴുതിയാൽ മതി, എന്താണ് പറയുന്നത് ഒന്ന് കമന്റ് ചെയ്യുക എല്ലാവരും. അപ്പോൾ ഈ കപ്പ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന വ്യത്യസ്തമായ നിരവധി ഉൽപ്പന്നങ്ങൾ ഇതുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റും. എന്നാൽ നമുക്ക് ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് എന്താണ് ഗുണം, അതുണ്ടാക്കിയാൽ എവിടെ വിൽക്കാൻ പറ്റും, അതിൽ നിന്നുണ്ടാകുന്ന പ്രോഡക്റ്റ് എന്താണ്, ഇതൊക്കെ ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അതിനു മുന്നേ ചെറുകിട ബിസിനസ്സുകളെ കുറിച്ചുള്ള വീഡിയോകളാണ് നമ്മൾ ഇവിടെ ഇടാറുള്ളത്. ഇതും അതുതന്നെയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മളിവിടെ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കപ്പ പൊടിയാണ്, അതായത് ടപ്പിയോക്ക പൗഡർ. ഇത് ഒരുപാട് പലഹാരങ്ങൾ ഉണ്ടാക്കാൻ നല്ല പൊടിയാണ്. ഈവൻ നമുക്ക് പുട്ട് വേണമെങ്കിലും ഇതുകൊണ്ട് ഉണ്ടാക്കാം. ഇതിനകത്ത് കാർബോഹൈഡ്രേറ്റ്സ്, ഫൈബർ, വിറ്റാമിൻസ് എന്നിവ ധാരാളം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് സാധാരണഗതിയിൽ ഉള്ള ഫുഡുകൾ ഉണ്ടാക്കാനും ഇത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. അപ്പോൾ ലാസ്റ്റ് വരെ ഈ വീഡിയോ കാണുക, കാരണം ഇത് എവിടെ വിൽക്കാം എന്നുള്ളത് വരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. നമ്മൾ ആദ്യം കർഷകരിൽ നിന്നോ ഇല്ലെങ്കിൽ മാർക്കറ്റിൽ നിന്നോ എവിടെ നിന്ന് വേണമെങ്കിലും, എവിടെയാണ് നമുക്ക് ലാഭത്തിൽ കിട്ടുന്നത് എന്ന് വെച്ചാൽ അവിടെ നിന്ന് കപ്പ ശേഖരിച്ചതിന് ശേഷം അതിൻ്റെ പുറംതൊലി നീക്കി നന്നായിട്ട് കഴുകിയെടുക്കണം. ഇവിടെ കഴുകുമ്പോൾ പല തവണ കഴുകണം, കാരണം ഇതിനകത്ത് മണ്ണ് എവിടെയെങ്കിലും ഒക്കെ കയറിയിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കൃത്യമായിട്ട് മണ്ണില്ല എന്ന് ഉറപ്പുവരുത്തുന്നത് വരെ കഴുകുക. അതിനുശേഷം അരിഞ്ഞ് എടുക്കുക. അരിയുമ്പോൾ നമുക്ക് അതിന് കട്ടിംഗ് മെഷീൻ, ടപ്പിയോക്ക കട്ടിംഗ് മെഷീൻ നമുക്ക് ഓൾറെഡി നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് വരും. അത് വേണമെങ്കിൽ ഉപയോഗിച്ചരിയാം, ഇല്ലെങ്കിൽ കൈകൊണ്ട് വേണമെങ്കിലും അരിയാം. അതിനുശേഷം വെയിലത്തിട്ട് ഇത് ഉണക്കിയെടുക്കാം. വെയിലത്തിടുമ്പോൾ ഒരു 2-4 ദിവസം വരെ എടുക്കും. നമുക്ക് വേണമെങ്കിൽ ഡ്രയറിൽ ഇട്ടും ഉണക്കിയെടുക്കാം. ഡ്രയറിന്റെ വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് അതും ഇവിടെ പറയുന്നില്ല. നന്നായിട്ട് ഉണങ്ങിക്കഴിയുമ്പോൾ നമുക്കൊരു പൾവറൈസിംഗ് മെഷീനിലിട്ട് പൊടിച്ചെടുക്കാം. പൾവറൈസിംഗ് മെഷീന്റെ വീഡിയോകൾ പലതവണ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് നമ്മളുടെ സെർച്ച് ബോക്സിൽ കയറി ചെക്ക് ചെയ്താൽ കിട്ടുന്നതാണ്. അങ്ങനെ പൾവറൈസറിൽ ഇട്ട് പൊടിച്ചതിന് ശേഷം റോസ്റ്ററിൽ ഇട്ട് വറുത്തെടുക്കുന്നു. ഈ റോസ്റ്ററിന്റെ വീഡിയോയും നമ്മൾ ചെയ്തിട്ടുണ്ട്. റോസ്റ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ആ വീഡിയോകൾ കിട്ടും. മെഷീൻ എവിടെ കിട്ടും, എന്താകും വില എന്നൊക്കെ ഈ വീഡിയോകളെല്ലാം തന്നെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ്. റോസ്റ്ററിൽ ഇട്ട് വറുത്തതിന് ശേഷം ചൂടാറാൻ വെക്കണം. ചൂടാറിയതിനു ശേഷം നമുക്കിത് പാക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് എന്താണ് ഇതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്? നമുക്ക് ഈ ഒരു കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നമുക്ക് വേണ്ടത് സീലിംഗ് മെഷീൻ വേണ്ടി വരും, വെയിങ് മെഷീൻ വേണ്ടി വരും, സ്ലൈസിംഗ് മെഷീൻ ഞാൻ ഓൾറെഡി പറഞ്ഞതാണ് അത് വേണ്ടി വരും, പൾവറൈസർ അത് വേണ്ടി വരും, റോസ്റ്റർ അത് വേണ്ടി വരും. പിന്നെ ഇതിനെ കുറെ കൈകാര്യം ചെയ്യാൻ കുറെ പാത്രങ്ങളും കാര്യങ്ങളും ഒക്കെ നമുക്ക് വേണ്ടി വരും. ഈ മെഷീനുകളെല്ലാം കൂടി നമ്മൾ വാങ്ങിച്ചാലും നമുക്കൊരു 2 ലക്ഷം രൂപയ്ക്കുള്ളിൽ നിൽക്കും. ചെറിയ തോതിൽ, വലിയ ക്വാണ്ടിറ്റി ചെയ്യുന്ന മെഷീൻ അല്ല ഞാൻ ഉദ്ദേശിച്ചത്. നമുക്ക് 2 ലക്ഷം രൂപയ്ക്കുള്ളിൽ നിർത്താൻ പറ്റും. ഇനി ഇത് ചെയ്താൽ എന്ത് ഗുണമാണ്, എന്താണ് നമുക്ക് ലാഭം കിട്ടുന്നത്? ഈ ടപ്പിയോക്ക പൗഡർ നമ്മൾ ഉണ്ടാക്കി വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം 25 മുതൽ 40% വരെ ലാഭം കിട്ടുന്ന ഒരു പരിപാടിയാണ്. പക്ഷെ ഇതിന് ക്വാണ്ടിറ്റി കൂടുതൽ വേണം. നമുക്ക് ചെറിയ തോതിലൊക്കെ ചെയ്താൽ വലിയ മെച്ചമൊന്നും കിട്ടാൻ പോകുന്നില്ല. കാരണം നല്ല രീതിയിൽ ബൾക്കായിട്ട് കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ ഒരു വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുകയുള്ളൂ. നമുക്കൊരു മാസം 1 ലക്ഷം രൂപ വരുമാനം ഉണ്ടാക്കുന്ന രീതിയിൽ ഈ യൂണിറ്റിനെ കൊണ്ടുവരാൻ പറ്റുന്നതാണ്.
അപ്പോൾ അതിന് നമ്മൾ DICയുമായിട്ട് ബന്ധപ്പെട്ട് അവർ പറയുന്ന ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച് മുന്നോട്ട് നീങ്ങിയാൽ മതി. അങ്ങനെ നീങ്ങുമ്പോൾ നിങ്ങൾ വാങ്ങിക്കുന്ന മിഷനറികൾക്കെല്ലാം തന്നെ സബ്സിഡിയും അവർ തരുന്നതാണ്. പിന്നെ ഇത് ഒരു ഫുഡ് ബേസ്ഡ് ബിസിനസ് ആയതുകൊണ്ട് തന്നെ ഫുഡിന്റെ ലൈസൻസ് മസ്റ്റായിട്ട് എടുത്തിരിക്കണം. ഇവിടെ ബൾക്കായിട്ട് നിർമ്മിച്ച് കൊടുക്കാനാണെങ്കിൽ GSTയും നമ്മൾ ആദ്യം തന്നെ എടുത്തിരിക്കണം. അങ്ങനെ നമ്മൾ ഈ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് മുമ്പോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് 1 ലക്ഷം രൂപ മിനിമം ബാലൻസ് നമുക്ക് ഒരു മാസം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി ഇതെവിടെ വിൽക്കും എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അതിനു മുമ്പ് മറ്റൊരു കാര്യം പറയേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ സാബുദാന എന്ന് കേട്ടിട്ടുണ്ടോ? അത് ഹിന്ദി വാക്കാണ്. നമ്മുടെ നാട്ടിൽ ചവ്വരി എന്ന് പറയും. നമ്മൾ പായസത്തിൽ ഇടാറുണ്ട്, നമ്മൾ കുട്ടികൾക്ക് കൊടുക്കാറുണ്ട്. പല രീതിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ചവ്വരി. ഈ ചവ്വരിയൊക്കെ വളരെയധികം നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു പ്രോഡക്റ്റ് കൂടിയാണ്. ഒരുപാട് ഗുണങ്ങളുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഇത്. ഇതെടുക്കുന്നത് കപ്പക്കിഴങ്ങിന്റെ അന്നജത്തിൽ നിന്ന് വേർതിരിച്ചാണ്. ഇതിനകത്ത് ഇരുമ്പ്, ചെമ്പ്, വിറ്റാമിൻ B6, കോപ്പർ എന്നിവ അടങ്ങിയിട്ടുണ്ട്. എന്തിനൊക്കെയാണ് ഇത് ഉപയോഗിക്കുന്നത്, ഇല്ലെങ്കിൽ എന്താണ് ഇതിന്റെ ഗുണം എന്ന് നോക്കാം. ബ്ലഡ് പ്രഷർ നിയന്ത്രിക്കാൻ നല്ല ഒരു ഐറ്റമാണ്. നമ്മളുടെ എല്ലുകൾക്ക് ബലം നൽകാൻ നല്ല ഒരു ഐറ്റമാണ്. ശരീരഭാരം കുറയ്ക്കാൻ നല്ല ഒരു ഐറ്റമാണ്. പണ്ട് കാലത്ത് കുട്ടികൾക്ക് ബേബി ഫുഡായിട്ട് അല്ലെങ്കിൽ ബെസ്റ്റ് ഫുഡായിട്ട് കൊടുത്തുകൊണ്ടിരുന്ന ഒരു ഐറ്റമാണ്. ഇപ്പോൾ ആരും കൊടുക്കുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ കൊടുത്താലും അത് കുട്ടികൾക്ക് നല്ലതായിരിക്കും. ഫാസ്റ്റ് ഫുഡിനേക്കാൾ 100% നല്ലതായിരിക്കും. ഇതിന് എളുപ്പം ദഹിക്കുന്നതിനുള്ള കഴിവുണ്ട്. അതുപോലെ തന്നെ വളരെ അധികം ഊർജം ശരീരത്തിന് നൽകുന്ന ഒരു പ്രോഡക്റ്റ് കൂടിയാണ് ഈ ചവ്വരി. അതുപോലെ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. അത് പറയാൻ വേണ്ടിയല്ല ഞാൻ ഈ വീഡിയോ ചെയ്തത്, അതുകൊണ്ട് ഞാൻ അതിവിടെ നിർത്തുകയാണ്. അപ്പോൾ ഈ ചവ്വരി അല്ലെങ്കിൽ സാബുദാന വിൽക്കുന്ന ആളുകൾ, ഹോൾസെയിലേഴ്സ് അല്ലെങ്കിൽ മാനുഫാക്ചേഴ്സ് ഇന്ത്യയിലെമ്പാടുമുണ്ട്. നമുക്ക് അവരെ ഒന്ന് നോക്കാം. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന ഗൂഗിൾ എടുത്തിട്ട് സാബുദാന മാനുഫാക്ചേഴ്സ് ഇൻ ഇന്ത്യ എന്നാണ്. നിങ്ങൾ ഇതുപോലെ സെർച്ച് ചെയ്താൽ മതി. ഇവിടെ ഇന്ത്യ മാർട്ടിലുണ്ട്. അത് കൂടാതെ ഒരുപാട് കാര്യങ്ങൾ ട്രേഡ് ഇന്ത്യ ഉണ്ട്. ഇല്ലെങ്കിൽ ഡയറക്റ്റ് ഷാൻ ടപ്പിയോക്ക പ്രോഡക്ട്സ് ഇതെവിടെയാണ്? മഹാരാഷ്ട്രയാണ്. ശ്രീ ബാലാജി ട്രേഡേഴ്സ് ഇത് തമിഴ്നാടുമാണ്. ഗോൾഡൻ ബെൽ സാബുദാന ഇത് തമിഴ്നാടുമാണ്. ഇതുപോലെ ഒരുപാട് കമ്പനികൾ നിങ്ങൾക്ക് കിട്ടും. അവരുമായിട്ട് ഡയറക്റ്റ് ബന്ധപ്പെട്ട് അവരോട് പറയുക, ഞങ്ങളുടെ കയ്യിൽ ഇത്തരത്തിൽ പ്രോഡക്റ്റുകളുണ്ട്. ഇത് കപ്പ പൗഡർ അവർക്ക് നിർബന്ധമായിട്ടും വേണ്ട ഒരു ഐറ്റമാണ്. അതിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്താണ് സാബുദാന ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളെ നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്തിട്ട് അവരിലൂടെ നമ്മളുടെ കച്ചവടം നടത്താൻ പറ്റും. അതായത് ഈ ഒരു പ്രോഡക്റ്റ് നമ്മൾ 4 കപ്പ പുട്ടുപൊടി വിറ്റു, ഇല്ലെങ്കിൽ 10 പുട്ടുപൊടി വിറ്റു, ഇല്ലെങ്കിൽ 10 കപ്പ പൗഡർ വിറ്റു എന്ന് ജീവിക്കാൻ പറ്റത്തില്ല. ഇല്ലെങ്കിൽ നമ്മളുടെ ബിസിനസ് മുമ്പോട്ട് ഓടത്തില്ല. പക്ഷെ ഇതുപോലെ പോയി കഴിഞ്ഞാൽ സാബുദാനയുടെ മാനുഫാക്ചററെ ഇല്ലെങ്കിൽ ഹോൾസെയിലറെ കണ്ടു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് അവരുമായിട്ട് ബന്ധപ്പെടാൻ കഴിഞ്ഞാൽ, അവരുമായിട്ട് ഡീൽ ഉറപ്പിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റും. ഇതെല്ലാം പഠിക്കാതെ, ഇവരുമായിട്ട് സംസാരിക്കാതെ ഒന്നും ഈ കാര്യത്തിൽ ഇടപെടുകയോ സ്വന്തം പൈസ മുടക്കുകയോ ചെയ്യരുത്. നമ്മൾ ഇവിടെ പറയുന്ന ബിസിനസ്സുകൾ ശ്രദ്ധിച്ചു കേൾക്കുക, അതിനുശേഷം സ്വയം പഠിക്കുക. ഒരു ഐഡിയ മാത്രമേ ഞങ്ങൾക്ക് തരാൻ കഴിയൂ, ബാക്കി നിങ്ങൾ തന്നെ ചെയ്യേണ്ടതാണ്. അടുത്ത ഒരു വീഡിയോയുമായി വരുന്നവരെ നന്ദി, നമസ്കാരം.